ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ പോകുന്നു, ജീവിതം സുഖമായിട്ട് പോകുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മളെക്കാളും മറ്റൊരാൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫുൾ ഹാപ്പി അല്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെ 100% കാര്യങ്ങൾ എപ്പോഴും നടക്കില്ല. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തെ ചെക്ക് ചെയ്യണം, നിങ്ങളുടെ ജീവിതം സുഖമായിട്ട് പോകുന്നുണ്ടോ. അപ്പൊ അവര് പറയണ അങ്ങനെ പോണു, അപ്പൊ നമുക്ക് സമാധാനമായി. കാരണം നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. നേരെ മറിച്ച് അവര് പറയണോ, ഓ ഞങ്ങളുടെ ജീവിതം പരമാനന്ദമായി പോകുന്നു പറഞ്ഞാൽ അപ്പൊ നമുക്ക് വിഷമായി. കാരണം ഈ ആനന്ദം നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമുക്ക് നമ്മളിൽ ഇല്ലാത്തത് മറ്റൊരാൾക്ക് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഈ പ്രായമുള്ളവരുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരുടെ ഈ ഇന്നത്തെ കളികളൊക്കെ തുള്ളലൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ വിഷമമാണ്. പ്രായമുള്ളവർക്ക് ഇവർക്കൊക്കെ എന്തിന്റെ വട്ടാണ്, കടിലേ കൂടിച്ചു കൂത്താടണോ, അല്ലെങ്കിൽ അവരിങ്ങനെ ഇളകി മറിയണമെന്നൊക്കെ. എന്തുകൊണ്ടാ വെച്ചാൽ ഇവർക്ക് ഇളകി മറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവനവന് പറ്റാത്ത വേറെ വല്ലൊരു ജീവിതം നമുക്കത് ഒരു വിഷമം തോന്നും. മനസ്സിലാവുന്നത് അതാണ് മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലോകം മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യിക്കും. മറ്റുള്ളവരുടെ സുഖം അത് നമ്മൾ നോക്കി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന് മനസ്സിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റിയാൽ, മനസ്സിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയാൽ നിങ്ങൾക്കുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും താരതമ്യേന വളരെ